നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മദർശിനി മൂവി കണ്ടതിന്റെ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു ഒപ്പീനിയൻ ആണ്. എപ്പോഴും പറയാറുള്ള പോലെ ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേ വേണ്ട. ഇതൊരു റിവ്യൂ ഒന്നും അല്ല. ഓക്കെ, അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു മൂവി കണ്ടിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം നസ്രിയ അതുപോലെ തന്നെ ബേസിലാണ്. അവരൊരു പെർഫോമൻസസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവിയാണ്. ഈവൻ അതിന്റെ മ്യൂസിക് പറയണം, എടുത്തു പറയാൻ പറ്റത്തുള്ളൂ ക്രിസ്റ്റോ സേവ്യർ. ആ പേര് പറയുമ്പോൾ തന്നെ അറിയാം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ശങ്കലീലേ ശങ്കലീലേ ആ ഒരു സാധനമാണെങ്കിൽ തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സംതിങ് ലെയർ എന്നുള്ളത്. അത് എടുത്ത് പറയണം എന്നെനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയേക്കുന്ന റോളുകൾ അവർ അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ വെച്ചാൽ ഇതൊരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സ്പേസ് ഉള്ളൊരു മൂവി ആണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ നല്ല രസമായിട്ട് ഒരു കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ഡോട്ട്സ് അത് കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള സാധനമൊക്കെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇനി ഇതിനൊരു നെഗറ്റീവ് എന്ന് പേഴ്സണലി എനിക്ക് നെഗറ്റീവായിട്ട് അത് ഫീൽ ചെയ്തില്ല. അത് നെഗറ്റീവായി പറയാമോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. അത് ഒത്തിരി കമന്റ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് പ്രെഡിക്റ്റബിൾ ആണ് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. കാര്യം എന്ന് വെച്ചാൽ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവും. ബിക്കോസ് നമ്മളിപ്പോ ഉള്ളത് ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യത്തിലൊന്നും അല്ലല്ലോ. നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് പല രീതിയിൽ, പല കാര്യങ്ങൾക്ക്. ഇപ്പൊ എന്ത് ഫീൽഡിലുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലും ഒരു വിരൽത്തുമ്പിൽ കിട്ടും. എന്താ പറയുന്നത്, അത് ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഇതിന് ഒരു പ്രഡിക്റ്റബിലിറ്റി ആഡ് ഓൺ ആവുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൂവീസിന്റെ റിവ്യൂസ് കണ്ടിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ആളുകളോടാണ്. നിലവിൽ കേരളത്തിൽ റിലീസ് ആവുന്ന എല്ലാ മൂവീസിന്റെ റിവ്യൂസ് ഒരു 10-12 ചാനലിൽ മിനിമം നമുക്ക് വരും. ഇതിൽ ഏറ്റവും ഭയങ്കര എന്താ പറയുന്നത് ആക്യുറേറ്റ് റിവ്യൂ ആണെന്ന് ഒത്തിരി പേര് വിചാരിക്കുന്ന ചാനൽസ് ഒരുപാടുണ്ട്. ഞാൻ പേഴ്സണലി ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കാണാറുള്ള ഒരാളാണ്. ഇല്ല ഒന്നും അല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു സോ കോൾഡ് എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒത്തിരി യൂട്യൂബേഴ്സിന്റെ റിവ്യൂസ് ഞാൻ കാണാറുണ്ട്. എനിക്ക് പേഴ്സണലി റിവ്യൂ കാണുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി മൂവി കണ്ടു വന്നതിന് ശേഷമാണ് പൊതുവെ കാണാറുള്ളത്. മുമ്പൊക്കെ ഞാൻ ഇതുപോലെ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പും കാണുമായിരുന്നു. കാര്യം എല്ലാ പടങ്ങളും പോയി കാണണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് നല്ല റിവ്യൂസ് ഉള്ള നല്ല അഭിപ്രായം പറയുന്ന പടങ്ങൾ മാത്രമാണ് ഞാൻ പോയി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ആ സ്വഭാവം അങ്ങോട്ട് മാറ്റി നേരെ തിയേറ്ററിൽ പോയി കാണുന്നു. കണ്ടതിന് ശേഷം വന്നിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണോ ബാക്കിയുള്ളവർക്ക് തോന്നിയത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ റിവ്യൂസ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇനി എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി റിവ്യൂവേഴ്സും സ്പോയിലർ അലേർട്ട് പറയാതെയാണ് പല കാര്യങ്ങളും വീഡിയോസിൽ പറയുന്നത്. ഞാൻ മൂവിന്റെ ഒരു ട്രെയിലർ പോലും കാണാതെയാണ് സത്യത്തില് സൂക്ഷ്മദർശിനി കാണാൻ വേണ്ടി പോയത്. അത്യാവശ്യം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ടോട്ടലി ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സും ഒക്കെ കുറച്ച് പേര് വന്ന് പറഞ്ഞു നല്ല മൂവിയാണ്, തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ട്, പോയി കണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടത്. അപ്പൊ ഞാൻ റിവ്യൂ നോക്കാതെ പോയതില് കഴിഞ്ഞു വന്ന് ഞാൻ റിവ്യൂ കണ്ടപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് എന്നോട് തന്നെ താങ്ക്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മൂവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ്, അത് ഭയങ്കര സ്പോയിലർ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അതറിഞ്ഞിട്ട് നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സിനിമ ഒന്നുമില്ല, മനസ്സിലായോ? ആ ഒരു എലമെന്റ് ഒക്കെ ഒരു സ്പോയിലർ അലേർട്ട് പോലും ഇല്ലാതെ നേരെ വിളിച്ച് പറയാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തു, നിങ്ങൾ അത് കുറെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അതിന്റെ കുറെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവായിരിക്കും. അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അത് നിങ്ങൾ ഓഡിയൻസിലോട്ട് അത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൂവിന്റെ റിവ്യൂ പറയണമെങ്കിൽ ആ മൂവി ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, അത് കൊള്ളാവോ കൊള്ളില്ല, അതൊക്കെ നിങ്ങൾക്ക് പറയാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പൈസയും കൊടുത്ത് 250 രൂപയും കൊടുത്തിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്ന ഒരാളോട് അതിന്റെ തന്ത്രപ്രധാനമായ ഒരു ട്വിസ്റ്റ് വെളിപ്പെടുത്തിയിട്ട് അത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതില്, അത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ് പച്ച മലയാളത്തിൽ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ റിവ്യൂ ട്രെയിലറോ ഒന്നും കാണാതെ തിയേറ്ററിൽ പോയി കണ്ടത് കൊണ്ട് തന്നെ എനിക്ക് ഈ മൂവി ആക്ച്വലി നന്നായി വർക്കായിരുന്നു. അപ്പോൾ ഈ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതെന്തടാ ഇങ്ങനെയെന്നായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആണ് അയാൾ റിവീൽ ചെയ്തത്.
അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ എത്ര വലിയ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അൺഎത്തിക്കലാണ്. ബിക്കോസ് ഈ റിവ്യൂ പറയുന്നത് തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. മൂവിന്റെ റിവ്യൂ പറയാം, നിങ്ങൾക്ക് റിയാക്ഷൻ ഇടാം, എന്താ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഒരു മൂവി റിലീസ് ആകുമ്പോൾ അതിലെ സ്പോയിലേഴ്സ് അറിയാതെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിയേറ്ററിൽ പോയി കാണാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? അറ്റ്ലീസ്റ്റ് അതൊരു കർട്ടസി അല്ലേ, മിനിമം ഒരാൾ ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പൊ അത് ഞാൻ ഇയാളുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ സന്തോഷമായി എനിക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും അത് സ്പോയിലറാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും ഓക്കെ അതിന്റെ റിവ്യൂ കണ്ടിട്ട് പോവണ്ട, എന്നാ ബുക്ക് മൈ ഷോയിൽ റിവ്യൂ ഉണ്ടാവുമല്ലോ അത് കണ്ടു പോവാന്ന്. വെറുതെയാണ് ഗൈസ്. ബുക്ക് മൈ ഷോയിൽ എടുക്കുന്ന റിവ്യൂസ് ഒക്കെ PR ആണ്. ബുക്ക് മൈ ഷോയിൽ ഇടുന്ന ഈച്ച് ആൻഡ് എവറി സെന്റൻസസ് ആർ കോപ്പി പേസ്റ്റഡ്. അതിനൊരു എന്താ പറയുന്നേ, ഇപ്പൊ ചാറ്റ് GPT പോലുള്ള AIs ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മനുഷ്യന്മാരെ കൊണ്ട് ഇതുപോലെ ഇരുന്ന് ബുക്ക് മൈ ഷോയിൽ റിവ്യൂസ് ഒക്കെ ഇടിക്കാറുണ്ട്. ഞാനൊരു PR കമ്പനീന്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണിത്. ഞാൻ ഈ പറഞ്ഞ പോലെ കുത്തിയിരുന്ന് 1000-2000 റിവ്യൂസ് ഇങ്ങനെ അണ്ണംപൊളി, മറ്റേത് പൊളി, ഈ സീൻ പൊളി, അടിപൊളി മൂവിയാണ്, പോയി തിയേറ്ററിൽ കണ്ടോളൂ, തിയേറ്റർ മസാജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിയിരുന്ന് എഴുതി മീൻസ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അതും വിത്ത് സ്മൈലീസ് വേണം. നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമല്ലോ, ആളുകൾ ഇട്ടതാണെന്നുള്ള ഒറിജിനാലിറ്റി. അങ്ങനെ ഇത്ര റിവ്യൂവിന് ഇത്ര രൂപ എന്ന് വെച്ചിട്ട് വരെ PR-ന് വർക്കിന് ഫണ്ട് മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഒന്നും അല്ല. അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബ് റിവ്യൂസും. എല്ലാവരും പെയ്ഡാന്ന് പറയുന്നില്ല, ഇനി പെയ്ഡ് റിവ്യൂസ് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. ബട്ട് സ്റ്റിൽ അതിനെക്കാട്ടിലൊക്കെ ഉപരി ആയിട്ടാണ് ഞാൻ പറയുന്നത്, റിവ്യൂസിനകത്ത് സ്പോയിലർ അലേർട്ട് ഇടാതെ സ്പോയിലർ കണ്ടന്റ്സ് ഇടുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. അത് ചെയ്യുന്ന റിവ്യൂവേഴ്സ് ഭയങ്കര സോക്കോൾഡ് ഫേമസ് റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ എന്തിനെ ട്രസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം PR ആവാം, എല്ലാം പെയ്ഡ് ആവാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ബുക്ക് മൈ ഷോയുടെ കാര്യം ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ ബുക്ക് മൈ ഷോ വഴിയാണ് തിയേറ്ററിൽ പോകുന്നത്, എത്ര പേര് അതിന്റെ റിവ്യൂ ഇടാറുണ്ട്? പടം കണ്ടിട്ട് എത്ര പേര് വന്നിട്ട് ആ ഒരു മൂവി കൊള്ളാമെന്നോ അല്ല നിങ്ങൾക്ക് ഇത് മൂവി തിയേറ്ററിൽ കാണാവുന്നതാണെന്നോ പറയുന്ന ഒരു 100 പേരെടുത്ത് അതിലൊരു 10 പേരുണ്ടാവോ? എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് തിയേറ്ററിൽ പോകുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു റിവ്യൂ പോലും മറ്റേതല്ലാതെ വർക്ക് ചെയ്ത കമ്പനീന്റെ വഴി അല്ലാതെ ഞാൻ എൻ്റെ പേഴ്സണൽ ഐഡിയിൽ നിന്ന് ഇതുവരെ ഒരു റിവ്യൂ ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതത്ര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ല. അതുപോലെ തന്നെ ഈ റിവ്യൂസിന്റെ കാര്യം, ഇപ്പം റിവ്യൂ കണ്ടിട്ട് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം അപ് ടു യു, അതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ്. ബട്ട് സ്റ്റിൽ ഈ സ്പോയിലർ കണ്ടന്റ് പറയുന്ന ഒരു പ്രശ്നം എനിക്ക് കുറച്ചധികമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വലിയ റിവ്യൂവേഴ്സ് ആണ്, ഞാൻ ഭയങ്കര മെയിൻ ആണ്, നമുക്ക് സിനിമയെ പറ്റി ഭയങ്കര നോളജ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം അല്ലേ. പക്ഷെ സ്പോയിലർ പറയുന്നത് ആരുടെ ഇഷ്ടമല്ല, അത് ശരിയല്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സൂക്ഷ്മ ദർശൻ നല്ലൊരു മൂവിയാണ്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിച്ചാൽ കണ്ടു നോക്കട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ, സീ യു. വേറൊരു വീഡിയോ ആയിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ടൊക്കെ വരാം ടാ.